ജോൺ ഡണ്ണിൻ്റെ ബാറ്റ മൈ ഹാർട്ട് എന്നുള്ള സോണറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജോൺ ഡൺ ഒരു റോമൻ കാത്തലിക് ഫാമിലിയിൽ ലണ്ടനിലാണ് ജനിച്ചത്. ആൻഡ് ഇദ്ദേഹം പഠിച്ചത് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജിലാണ്. ലേറ്റർ ലിങ്കൺസ് ഇൻ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോയും പഠിച്ചു. ഡണ്ണിന് ഒരു ടർബുലൻ്റ് ആയിട്ടുള്ളൊരു ഏർലി ലൈഫായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലവ് പോംസ്, സിനിക്കലായിട്ടുള്ള ലവ് പോംസ് എഴുതുന്നതിൽ ഒരു വലിയൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റൈറ്ററായിരുന്നു ഇദ്ദേഹം. വളരെ വിറ്റി ആയിട്ടുള്ള, ഇറോട്ടിക് ആയിട്ടുള്ള, സിനിക്കലായിട്ടുള്ള ലവ് പോംസ് ആണ് ഇദ്ദേഹം എഴുതുന്നത്. ആൻഡ് ഹി സീക്രട്ട്ലി മാരീഡ് ആൻ മോർ ഇൻ 1601. ആ കല്യാണത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കരിയർ ഡാമേജ്ഡ് ആവുകയും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരികയും ചെയ്തു. മിഡ് ലൈഫ് ആയപ്പോഴത്തേക്കും ഇദ്ദേഹം ആംഗ്ലിക്കനിസത്തിലോട്ട് കൺവേർട്ട് ചെയ്തു. 1615 ഇദ്ദേഹം ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആയിട്ട് മാറി. പിന്നീട് സെയിൻറ്റ് പോൾസ് കത്തീഡ്രലിൽ ഡീനായിട്ട് അദ്ദേഹം മാറി. അപ്പോൾ ഫൗണ്ടർ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി എന്നാണ് ജോൺ ഡൺ അറിയപ്പെടുന്നത്. ആൻഡ് ഹീ ഈസ് ഫേമസ് ഫോർ പാരഡോക്സസ്. പിന്നെ വളരെ സ്റ്റാർട്ട്ലിംഗ് അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റുകളാണ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത്. വളരെ സഡൻ ആയിട്ടുള്ള ഓപ്പണിങ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ പോയത്തിനകത്തെല്ലാം ഉള്ളത്. ഇൻ്റലക്റ്റും പാഷനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് സോങ്സ് ആൻഡ് സോണറ്റ്സ് ഉണ്ട്. ഹോളി സോണറ്റ്സ് എന്ന് പറഞ്ഞ് റിലീജിയസ് പോംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിവോഷൻസ് അപ്പോൺ എമർജൻറ്റ് ഒക്കേഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് പ്രോസ് മെഡിറ്റേഷൻസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വരുന്നൊരു ഫേമസ് ലൈനാണ് നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ബാറ്റർ മൈ ഹാർട്ട് എന്നുള്ളൊരു സോണറ്റാണ്. ഈ ബാറ്റർ മൈ ഹാർട്ട് എന്നുള്ള സോണറ്റ് എന്ന് പറയുന്നത് ഹോളി സോണറ്റ്സിനകത്ത് വരുന്നതാണ്, അതായത് റിലീജിയസ് സോണറ്റ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് നോക്കാം. ഈ പോം ഒരു പെട്രാർക്കൻ സോണറ്റാണ്. 14 ലൈൻസ് ആണുള്ളത്. ഇതിന് ഡിവൈഡഡ് ഇൻറ്റു ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. ഒക്ടേവ് എന്ന് പറയുന്ന ലൈൻസ് 1 to 8 ആണ്. അതായത് ഒരു സ്പിരിച്വൽ റിന്യൂവലിന് വേണ്ടി ഇദ്ദേഹം വളരെ വയലൻ്റ് ആയിട്ട് ഗോഡിൻ്റെ അടുത്ത് പ്ലീഡ് ചെയ്യുവാണ്. അപ്പോൾ ബാറ്റർ മൈ ഹാർട്ട് 3% ഗോഡ് എന്നൊക്കെയാണ് ഗോഡിൻ്റെ അടുത്ത് പറയുന്നത്. അതായത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള മെറ്റഫർ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു ഡിവൈൻ വയലൻസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ജെന്റ്ലി എൻറ്ററിങ് ദ ഹാർട്ട്, അദ്ദേഹം എന്താണ് ചോദിക്കുന്നത്? 3% ഗോഡ് എന്ന് വെച്ചാൽ ഹോളി ട്രിനിറ്റി, ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. അതായത് എൻ്റെ ഹാർട്ടിനെ ഒരു സ്റ്റോം പോലെ അല്ലെങ്കിൽ ഒരു ആർമിയെ പോലെ ഇൻവേഡ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പാരഡോക്സ് ആണ്. ഇവിടെ സ്പിരിച്വൽ ഹീലിംഗ്, അതായത് ഇൻവേഡ് ചെയ്യൂ എന്ന് വെച്ചാൽ എന്താണ്? എന്നെ സ്പിരിച്വലി ഹീൽ ചെയ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ മനസ്സിനെ. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ ഹീലിങ്ങിനെ കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രക്ഷൻ പോലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലേ? അതായത് ബ്രേക്ക് ചെയ്യുക, ബ്ലോ ചെയ്യുക, ബേൺ ചെയ്യുക ആൻഡ് മേക്ക് ന്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹാർട്ടിനെ. ആൻഡ് ഇവിടെ സ്പീക്കറിൻ്റെ സോളിനെ ഒരു എന്താ പറയുക, കോൺകേർഡ് ടൗൺ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും തമ്മിലുള്ള ഡിബേറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് സിൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സോളിനെ ഒരു എനിമിയെ പോലെ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു. ഡിവൈൻ ഫോഴ്സിന് അല്ലെങ്കിൽ ഗോഡിന് മാത്രമേ പറ്റൂ അതിനെ റീക്ലെയിം ചെയ്യാൻ. അപ്പം റീസൺ ആണ് ഈ സോളിൻ്റെ ഗാർഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ റീസണിനെ ഇവിടെ വീക്ക് അല്ലെങ്കിൽ അൺട്രൂ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ ഇൻ്റലക്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുവാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ഫോർ സാൽവേഷൻ അല്ലെങ്കിൽ ലിബറേഷൻ. സെസ്റ്ററ്റ് ലൈൻസ് 9 to 14 ജോൺ ഡൺ ഈ ഒരു മിലിറ്ററി ഇമേജിൽ നിന്ന് അല്ലെങ്കിൽ വയലന്റ് ഇമേജിൽ നിന്ന് ഇറോട്ടിക് ഇമേജറിയിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്പീക്കർ സീസ് ഹിംസെൽഫ് മാരീഡ് ടു ഗോഡ്സ് എനിമി, അതായത് സെയ്റ്റനെ അല്ലെങ്കിൽ സിന്നിനെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഗോഡുമായിട്ടുള്ള യൂണിയനാണ് ഇദ്ദേഹം ലോങ് ചെയ്യുന്നത്. ആൻഡ് ഗോഡ് വയലൻ്റ് ആയിട്ട് ഇൻ്റർവീൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൽ. അതായത് ഡിവോഴ്സ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, എന്നെ റാവിഷ് ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാരഡോക്സസ് ആണ് പിന്നെയും യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എൻസ്ലേവ്മെൻറ്റ് വഴി എനിക്ക് ഫ്രീഡം തരിക, അതായത് സ്പിരിച്വൽ ലിബർട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോഡിൻ്റെ മുന്നിൽ ടോട്ടലി സറണ്ടർ ആയി മാറുക. ചേസ്റ്റിറ്റി ത്രൂ റാവിഷ്മെൻറ്റ്, അതായത് ഡിവൈൻ ലവിനെ പ്യൂരിഫൈ ചെയ്യുന്നത് ഓവർവെമിങ് ആയിട്ടുള്ള പൊസഷൻ വഴിയാണ്, അത് ചെയ്യുക. അപ്പോൾ ഈ ഷോക്കിംഗ് ആയിട്ടാണ് ഇദ്ദേഹം സേക്രഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളും ഇറോട്ടിക് എലിമെൻസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മെറ്റാഫിസിക്കൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. പാരഡോക്സും ഇൻറ്റൻസിറ്റിയും ബോൾഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റുകളും ഇദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. തീം വരുന്നതെന്ന് വെച്ചാൽ പാരഡോക്സ് ഓഫ് ഡിവൈൻ ലവ്, അതായത് ഗോഡ് ഡിസ്ട്രോയ് ചെയ്യണം ഇൻ ഓർഡർ ടു ഹീൽ, എൻസ്ലേവ് ചെയ്യണം ഇൻ ഓർഡർ ടു ഫ്രീ, റാവിഷ് ചെയ്യണം ഇൻ ഓർഡർ ടു പ്യൂരിഫൈ. സോളിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു കോൺകേർഡ് ടൗൺ ആയിട്ടാണ്. ആൻഡ് ദിസ് സോൾ എന്ന് പറയുന്നത് സെയ്റ്റനിലോട്ട് ട്രാപ്ഡായി കിടക്കുവാണ്.
ഇൻ്റലക്റ്റും വില്ലും ഉണ്ടെന്നുണ്ടെങ്കിലും ഹ്യൂമൻ ബീയിങ്സ് സ്ട്രോങ് അല്ല. ഗോഡിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിലേ അവരെ റിഡീം ചെയ്യാൻ പറ്റത്തോളം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ വയലൻ്റ് ആയിട്ടും ഇറോട്ടിക് ആയിട്ടുള്ള ഇമേജറിയാണ് ഇദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്പിരിച്വൽ ലോങ്ങിങ്ങിനെയാണ്, അതിൻ്റെ ഒരു ഏർജൻസിയാണ് ഇത് കാണിക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3% ഗോഡ് അല്ലെങ്കിൽ ഹോളി ട്രിനിറ്റി ഇവിടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ തിയോളജിയിൽ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റഫിസിക്കൽ കൺസീപ്റ്റ്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് ഇമേജറി അല്ലെങ്കിൽ ഇറോട്ടിക് മാരേജ്, പിന്നെ മിലിറ്ററി കൺട്രോൾ, ഈ ഒരു ഇമേജസ് ആണ് ഇദ്ദേഹം ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പാരഡോക്സസ് ഏതൊക്കെയാണ് ജോൺ ഡണ്ണിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോം ഫുൾ ഓഫ് പാരഡോക്സസ് ആണ്. അപ്പോൾ പാരഡോക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ഡണ്ണിൻ്റെ പോംസ് എല്ലാം ത്രൈവ് ചെയ്യുന്നത് തന്നെ പാരഡോക്സിലാണ്. അതായത് എന്നെ റാവിഷ് ചെയ്യൂ എന്നാലേ എനിക്ക് ചേപ്പിയോർ ആവാൻ പറ്റത്തുള്ളൂ, എന്നെ എൻസ്ലേവ് ചെയ്യൂ എന്നാലേ എനിക്ക് ഫ്രീഡം കിട്ടുകയുള്ളൂ, എന്നെ ഡിസ്ട്രോയ് ചെയ്യൂ എന്നാലേ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ സോള്. അപ്പോൾ ഇതെല്ലാം പാരഡോക്സസ് ആണ്. ഈ പാരഡോക്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ കോൺട്രഡിക്ഷനായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഡെത്ത് എന്ന് പറയുന്ന ലൈഫിലോട്ട് നയിക്കുന്നു, വീക്ക്നെസ് എന്ന് പറയുന്ന സ്ട്രെങ്ത്തിലോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പാരഡോക്സിക്കൽ ലാംഗ്വേജ് തന്നെ ആ ഒരു ബിലീവറിൻ്റെ ഇൻറ്റൻസ് സ്ട്രഗിളാണ് കാണിക്കുന്നത്. മെറ്റാഫിസിക്കൽ പോയട്രി പാരഡോക്സ് യൂസ് ചെയ്യുന്നത് ലോജിക്കിനെ ചലഞ്ച് ചെയ്യാനും സ്പിരിച്വൽ ട്രൂത്തിനെ എക്സ്പ്രസ് ചെയ്യാനുമാണ്. അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇവിടെ സോളിനെ ഒരു കോൺകേർഡ് ടൗൺ ആയിട്ട് പറയുവാണ്. അതായത് എനിമി ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഒരു കോൺകേർഡ് ടൗൺ, അതൊരു കൺസീറ്റ്. സോളിനെ ഒരു ബ്രൈഡായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ബിട്രോ ടു സേറ്റനെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ബ്രൈഡ്. ഫ്രീഡം എന്ന് പറയുന്നത് സ്ലേവറിയിലൂടെ കിട്ടത്തോള്, ചേസ്റ്റിറ്റി എന്ന് പറയുന്നത് റാവിഷ്മെൻറ്റിലൂടെ കിട്ടത്തോള് എന്നൊക്കെയുള്ള വളരെ സഡൻ ആൻഡ് സ്റ്റാർട്ട്ലിംഗ് ആയിട്ടുള്ള കൺസീറ്റുകളാണ് റീഡേഴ്സിനെ ഷോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ വയലൻ്റ് ആയിട്ടുള്ള ഇമേജറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം മെറ്റാഫിസിക്കൽ കൺസീറ്റിനെ തിയോളജി വെച്ചിട്ട് മെർജ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഒരു റിലീജിയസ് പോയം അല്ലെങ്കിൽ റിലീജിയസ് ആൻസൈറ്റീസ് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്റ്റൈലിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീഫോർമേഷൻ ഇറയുടെ സമയത്തുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു ടെൻഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതായത് ഹ്യൂമൻ വീക്ക്നെസ്സും ഡിവൈൻ പവറും ഗ്രേസും ഫ്രീ വില്ലും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ്. പേഴ്സണൽ സ്ട്രഗിളിനെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിലെ പേഴ്സണൽ സ്ട്രഗിളിനെയാണ് അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. സിന്ന്, ഫെയ്ത്ത്, അതെല്ലാം. അതായത് ഞാൻ പറഞ്ഞില്ലേ മിഡ് ലൈഫിൽ അദ്ദേഹം ആംഗ്ലിക്കൻ മിനിസ്ട്രിയിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കുറ്റബോധം ഇതെല്ലാം ഉണ്ട്. പിന്നെ പാരഡോക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, വയലൻ്റ് ആയിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്, കൺസീറ്റുകളുണ്ട്, സേക്രഡും ഡിവൈനായിട്ടും ഇറോട്ടിക് ഇമേജറി ഇദ്ദേഹം കമ്പൈൻ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബോഡിയും സ്പിരിറ്റും തമ്മിലുള്ള റീകൺസീലിയേഷനാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മറ്റ് പോംസുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഈ ഒരു വർക്കിനെ. ഇപ്പോൾ ബാറ്റർ മൈ ഹാർട്ടും ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്നതും അതെല്ലാം ഹോളി സോണറ്റാണ്. അപ്പോൾ ഇവിടെ രണ്ടും ഹോളി സോണറ്റ്സിൽ ബിലോങ് ചെയ്യുന്നതാണ്. നമുക്ക് പഠിക്കാനുള്ളതാണ് ബാറ്റർ മൈ ഹാർട്ട്. ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്നുള്ളൊരു സോണറ്റും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും റിലീജിയസ് സോണറ്റ്സ് ആണ്. ബാറ്റർ മൈ ഹാർട്ടിനകത്ത് സ്പിരിച്വൽ റിന്യൂവൽ വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഡെത്ത് ബി നോട്ട് പ്രൗഡിനകത്ത് ഇദ്ദേഹം ഡെത്തിനെ കോൺഫിഡൻ്റ് ആയിട്ട് കൺഫ്രണ്ട് ചെയ്യുവാണ്. അത് ഡെത്തിനെ പവർലെസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണ് ഇദ്ദേഹം പറയുന്നത്. ഗോഡിൻ്റെ ഗ്രേസ് വഴി ഡെത്തിനെ കോൺകർ ചെയ്യാൻ പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബാറ്റർ മൈ ഹാർട്ടിനകത്ത് പോയിറ്റിൻ്റെ വീക്ക്നെസ്സിനെ കാണിക്കുന്നു. ഡെത്ത് ബി നോട്ട് പ്രൗഡിനകത്ത് ആ ഒരു ഫെയ്ത്തിൻ്റെ അഷുറൻസിനെയാണ് കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ദ ഫ്ലീ എന്നുള്ളൊരു ലവ് പോം ഉണ്ട് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരു സെക്യുലർ ഇറോട്ടിക് പോമോടാണ്. അതിനകത്ത് ഫിസിക്കൽ യൂണിയൻ വേണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫ്ലീ രണ്ട് ലവേഴ്സിനെ ബൈറ്റ് ചെയ്യുന്നു. സോ അവരുടെ ബ്ലഡ് തമ്മിൽ മിങ്കിൾ ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു ഇറോട്ടിക് ഇമേജറിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ബാറ്റർ മൈ ഹാർട്ടിനകത്തും വയലൻ്റ് ആൻഡ് ഇറോട്ടിക് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സ്പിരിച്വൽ പേർപ്പസിന് വേണ്ടിയാണ്, ഗോഡിനുമായിട്ടുള്ള യൂണിയനും കാണിക്കാൻ വേണ്ടി. മറ്റേതിനകത്ത് സെഡക്ഷൻ ആണെങ്കിൽ അനദർ വൺ എന്ന് പറഞ്ഞ സാൽവേഷന് വേണ്ടിയാണ്. ഇനി ബാറ്റർ മൈ ഹാർട്ടും ദ സൺ റൈസിങ് എന്നുള്ള പോവും. ഈ സൺ റൈസിങ് എന്നുള്ള പോവും ലവിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ലവിനെ ഒരു പവറായിട്ട് പറയുവാണ്. ഗോഡിനെക്കാട്ടിലും ഒരു വലിയ പവറായിട്ടാണ് ലവിനെ കാണിക്കുന്നത്. അതായത് സണ്ണിന് അതോറിറ്റി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മാനിൻ്റെ പവർലെസ്നെസ്സും അതാണ് ഈ ബാറ്റർ മൈ ഹാർട്ടിനകത്ത് പറയുന്നത്. ഒരെണ്ണത്തിനകത്ത് ഹ്യൂമൻ ലവിനെ സുപ്രീമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അനദർ വണ്ണിനകത്ത് ഹ്യൂമൻ വീക്ക്നെസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ബിഫോർ ഡിവൈൻ ലവ്. പിന്നെ ബാറ്റർ മൈ ഹാർട്ടും ഹിം ടു ഗോഡ് എന്നുള്ളൊരു വർക്കുണ്ട്. ഹിം ടു ഗോഡിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്തിനെ കാമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതും ഗോഡുമായിട്ട് യൂണിയൻ വേണമെന്ന് പറയുന്നു. പിന്നെന്താണ്, ഏർലി സോണറ്റ്സിനകത്ത് കുറച്ചും കൂടി കോൺഫ്ലിക്റ്റിനെ ഡ്രാമറ്റൈസ് ചെയ്താണ് ഇദ്ദേഹം പറയുന്നത്. ലേറ്റർ വർക്ക്സിനകത്ത് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്.